Hi guys, welcome to Veranda Race Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. സോ നമ്മളിന്ന് ടാർജറ്റ് CHSL 2024ൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കാണ്. സോ നമ്മൾ ഇത്രയും നാൾ നമുക്കിനി എക്സാമിനോട് അടുത്തേക്കാണ്. എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും എടുത്ത് നോക്കുക. എല്ലാവരും അഡ്മിറ്റഡ് ആണോ എന്ന് എടുത്ത് നോക്കുക. ഓക്കെ. സോ അതേപോലെ തന്നെ ഇനി എന്താണ് ഈ ഒരു എക്സാമിൻ്റെ ഒരു ആഴ്ചയും കൂടെ അല്ലെങ്കിൽ ജൂലൈയിൽ ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാമാണ് 1-2 ആണ് പോയേക്കുന്നത്. സോ ഫസ്റ്റ് വീക്കിലാണ് നമ്മുടെ CHSL എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഇൻറ്റൻസ് ആയിട്ടാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് തുടങ്ങാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. ലുക്കിംഗ് അറ്റ് ദ ഫാമിലി പിക്ചർ, സ്നേഹ സെറ്റ് ഷീ ഈസ് മൈ ബ്രദേഴ്സ് വൈഫ്സ് സൺസ് ഫാദേഴ്സ് മദർ-ഇൻ-ലോസ് only daughter എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഹൗ ഈസ് ദ ഗേൾ ഇൻ ദ ഫോട്ടോ റിലേറ്റഡ് ടു സ്നേഹ, അതാ ചോദിച്ചേക്കുന്നത്. സോ ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. ഓക്കെ, ഒരു ഫാമിലി പിക്ചറിലോട്ട് നോക്കുമ്പോൾ സ്നേഹയാണ് പറയുന്നത്. സ്നേഹ എന്താ പറഞ്ഞേക്കുന്നത്? ഷീസ് മൈ ബ്രദേഴ്സ് അല്ലേ. അപ്പോൾ സ്നേഹ പറയാണ് ഷീസ് മൈ ബ്രദേഴ്സ്, ദെൻ ബ്രദേഴ്സ് വൈഫ്, ബ്രദേഴ്സ് വൈഫ്സ് സൺസ്, സൺ വരുമ്പോൾ എവിടെ ഈ ഒരു രീതിയിൽ വരുന്നു, സൺസ് ഫാദർ. സൺസ് ഫാദർ എന്ന് പറയുന്നത് ദാ ഇവിടെയാണ്, സൺസ് ഫാദേഴ്സ്. മദർ-ഇൻ-ലോസ് only സൺ, only ഡോട്ടർ. ഫൺസ് ഫാദേഴ്സ് എന്ന് പറഞ്ഞാൽ ദാ വീണ്ടും ബ്രദറിലോട്ട് എത്തി. ബ്രദറിൻ്റെ മദർ-ഇൻ-ലോയുടെ only ഡോട്ടർ എന്നാണ്. മദർ-ഇൻ-ലോയുടെ only ഡോട്ടർ ആര് തന്നെയാണ്? ഇയാളുടെ വൈഫ് തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത് അല്ലേ. ഓക്കെ, ഷീസ് മൈ ബ്രദേഴ്സ് വൈഫ്. ഓക്കെ, ബ്രദേഴ്സ് വൈഫ്സ് ഫാദേഴ്സ്. ഓക്കെ, ബ്രദേഴ്സ് വൈഫ്സ് സൺസ് ഫാദേഴ്സ് മദർ-ഇൻ-ലോസ്, ദെൻ അത് കഴിഞ്ഞ് എന്താ ഡോട്ടർ. സോ ആ രീതിയിൽ വരുമ്പോൾ സ്നേഹയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, ആ ഒരു രീതിയിലാണ് വരുന്നത്. സോ എങ്ങനെയാണ് ഗേൾ റിലേറ്റഡ് ടു സ്നേഹ എന്ന് പറയുന്നത്? ബ്രദേഴ്സ് വൈഫ് അല്ലേ. ഓപ്ഷൻ 2 ബ്രദേഴ്സ് വൈഫ് ആണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. GPK MSI RHT VKT ആൻഡ് IDW എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇനി വരുന്ന ഏതാണ് ഈ IDW കോഡ് ചെയ്തേക്കുന്ന ഏത് രീതിയിലാണ്? ഒരു 30 സെക്കൻഡ് ടൈം തരാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. നോക്കി, GPK എന്ന് പറയുന്നത് MSI ആയിട്ട് കോഡ് ചെയ്തേക്കുന്നത് അല്ലേ. നോക്കി 7, 9, 16, 19, 11 and 13. നോക്കി ഇവിടെ എന്താണ് വ്യത്യാസം? ഇവിടെ ഒരു +2ൻ്റെത്, ഇവിടെ +3, അടുത്ത ഇവിടെ എന്താണ് +2. സോ +2 +3 +2 എന്ന് പറഞ്ഞാണ് പോയേക്കുന്നത് അല്ലേ. ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് +2 +3 +2 ഈ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. എന്നാൽ IDW അല്ലേ, IDW 9, 4, 23. +2 ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവിടെ 11, +3 ചെയ്യുമ്പോഴോ 7 ആൻഡ് ദിസ് ഇസ് +2 ചെയ്യുമ്പോൾ 25. 25 എന്ന് പറയുന്നത് Y ആൻഡ് G എന്ന് 7, ദെൻ 11 എന്ന് പറയുന്നത് എന്താണ്? K, YGK അല്ലേ. സോ YGK എന്ന് പറയുന്നത് ഓപ്ഷൻ 1 YGK ആണ് എന്തിവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡസ്റ്റ് എന്ന് പറയുന്ന കോഡ് ചെയ്തേക്കുന്നത് 16 ആയിട്ട്, എർത്ത് എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് 25 ആയിട്ട്, എന്നാൽ മാൻ എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് ഏതിലായിട്ടാണെന്നാണ്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 30 സെക്കൻഡ് ടൈം തരാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും.
സോ നോക്കി ഡസ്റ്റ് എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് 16 അല്ലേ. നോക്കി ഡസ്റ്റ് എത്ര വേർഡ്സ് ഉണ്ട്? 4 ലെറ്റേഴ്സ് ഉണ്ട്. സോ 4 ലെറ്റേഴ്സിൻ്റെ സ്ക്വയർ എടുക്കുന്നതാണ് 16 എന്ന് പറയുന്നത് അല്ലേ. 16. എന്നാൽ എർത്ത് എന്ന് പറയുന്നത് 5 ലെറ്റേഴ്സ് ഉണ്ട്. 5 ലെറ്റേഴ്സിൻ്റെ സ്ക്വയർ ആണ് 25. അങ്ങനെയാണെങ്കിൽ മാൻ എന്ന് പറഞ്ഞാൽ 3 ലെറ്റേഴ്സ് ആണുള്ളത്. 3യുടെ സ്ക്വയർ എത്രയാണ് വരുന്നത്? 9 ആണ് വരുന്നത്. സോ കറക്റ്റ് ആൻസർ 9 എന്ന് പറഞ്ഞു വന്നു അല്ലേ. സോ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് റെൻഡറൈസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ ആദ്യം ഒരു ക്ലാസ് സെഷൻ ഉണ്ടാവും, അതൊരു സർക്കിൾ സെഷൻ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ, ദെൻ ഒരു മോക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ് സെഷൻ നമ്മൾ ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. ദെൻ ഒരു മെൻറ്റർ സപ്പോർട്ടോടുകൂടിയാണ് നിങ്ങൾക്ക് ഒരു സർക്കിൾ സെഷൻ വരുന്നത്. ഒരു എക്സ്ട്രീം സർക്കിൾ സൂപ്പർ ബാച്ച് വരാനിരിക്കുന്ന നിങ്ങൾക്കുള്ള എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനാണ്. ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് CHSL ഫോക്കസ് ബാച്ച് നമ്മൾ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഒരു റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം ആൻഡ് ഒരു മോക്ക് ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോക്ക് ഇൻ്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് അഡ്മിഷൻ ഡീറ്റെയിൽസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസിലേക്ക് ഈ 2 നമ്പേഴ്സിലേക്ക് എന്താണ് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് AJRX CNXF ERDN-IZPD. ഓക്കെ, സോ ആ ഒരു വേക്കൻറ്റ് സ്പേസിൽ വരുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഒരു 30 സെക്കൻഡ് ടൈം തരാൻ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. സോ നോക്കി AJRX CNXF ERDN അല്ലേ. ഞാൻ അതിൻ്റെ വാല്യൂസ് എന്ന് എഴുതാം. 1, 10, 18, 24. ഇവിടെ വരുമ്പോഴോ 3, 14, 24, 6. അടുത്തത് 5, 18, then 4 and then 14. ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് എടുത്തു നോക്കി. ഇവിടെ എത്രയാണ്? +2. ഇവിടെ ആണെങ്കിലോ +4. ഇവിടെ +6 ആൻഡ് ദിസ് ഈസ് +8 അല്ലേ. സോ ആ രീതിയിലാണെങ്കിൽ +2, +4, +6, +8 ആണ് പോയേക്കുന്നത്. +2 വരെ ഇവിടെ 7 വരും. ദെൻ +4 വരുമ്പോൾ എത്ര വരുന്നത്? 22, 10 ആൻഡ് ദിസ് ഈസ്. സോ എന്താ വരുന്നത്? 7 വെച്ച് തുടങ്ങുന്നത് G V J V അല്ലേ. GV JV. ഓപ്ഷൻ 2 ആയിരിക്കും എന്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 2 ആയിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും ഒരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. ബുക്ക് എന്ന് പറയുന്നത് 325 ആയിട്ടും റീഡ് എന്ന് പറഞ്ഞാൽ 400 ആയിട്ടുമാണ് ചെയ്തേക്കുന്നത്. എന്നാൽ ഏബിൾ എന്ന് പറഞ്ഞത് ഏത് ലാംഗ്വേജിൽ രീതിയിൽ നിന്നാണ്. 30 സെക്കൻഡ് ടൈം തരാൻ, ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കും. ഓക്കെ, സോ ബുക്ക് എന്ന് പറയുന്നത് അല്ലേ, ബുക്ക് എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്തേക്കുന്നത് 325 അല്ലേ. 325 ബുക്ക് എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്തേക്കുന്നത്. സോ അതെന്ന് പറയുന്നത് വലിയ നമ്പേഴ്സായിട്ട് വന്നേക്കുന്നതാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ എന്താണ് പൊസിഷണൽ വാല്യൂ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നമ്പേഴ്സിൻ്റെ ഇത് വെച്ചിട്ടായിരിക്കും ആഡ് ചെയ്ത് പോയേക്കുന്നതായിരിക്കും. സോ അത് ഏതാണെന്ന് നോക്കി ഞാൻ ഇവിടെ നോക്കുമ്പം ഞാനിതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുവാണേ. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2, 15, 15 and 11 ആണ്. സോ ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ ഇവിടെ എനിക്ക് 25 എന്ന് വരും. ഇവിടെ ആണെങ്കിൽ 12, ഇവിടെയും 12, ഇവിടെ എത്ര വരും? 16 വരും അല്ലേ. 16 വരും. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാണ്. 25 + 12 + 12 + 16 which is 24 + 25 എത്ര? 49 + 16 65 അല്ലേ. 65 ഇൻറ്റു നോക്കി 65. 65ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലല്ലേ 325 വരുന്നത്.
അതെ 65 ഇൻറ്റു എത്രയാണ് 5 എത്രേ 325 വരുന്നത്. സോ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓപ്പോസിറ്റ് നമ്പേഴ്സിൻ്റെ എല്ലാം സം എടുക്കുക, അതിൻ്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 5 എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ ആണ്, കാരണം ഇവിടെ 4 ലെറ്റേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ റാൻഡം ആയിട്ടൊരു നമ്പർ എടുത്തേക്കുന്നതാണ് 5. ഇനി അടുത്ത അങ്ങനെയാണെങ്കിൽ ഏബിൾ ABLE അല്ലേ, ഇതാണെങ്കിലോ 26 വരും. ഇതിൻ്റെ പൊസിഷൻ വാല്യൂ 1 2 12 5 ആണ്. ഓപ്പോസിറ്റ് നമ്പേഴ്സ് വരുമ്പോൾ ഇവിടെ 25, ഇവിടെ എന്താണ് 15 ആൻഡ് ദിസ് ഈസ് 22. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നത് 88 എന്നാണ് വരുന്നത്. ഓക്കെ, 88 എന്നാണ് വരുന്നത്. 88 ഇൻറ്റു 5 എത്ര നമുക്ക് വരുന്നത് 88 ഇൻറ്റു 5 ദാറ്റ് ഈസ് 440. 440 ഓപ്ഷൻ ബി ആണിത് കറക്റ്റ് ആൻസർ. 440 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ്? ഫില്ല് ചെയ്യാനുള്ളതാണ്. G-AR EGL-R-G-C-E-GL-E ഈ ഒരു രീതിയിലാണ് വരുന്നത്. സോ അവിടെ ഫില്ല് ചെയ്യേണ്ട ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. സോ നോക്കി, ഇവിടെ റിപ്പീറ്റായി പോയേക്കുന്നത് ഈ ഒരു ജിയുടേത് വെച്ചിട്ടാണ് റിപ്പീറ്റായി പോയേക്കുന്നത്. സോ ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്തു. ഓക്കെ, GL. സോ ഇവിടെ വരുന്ന എന്തായിരിക്കും? GL കഴിഞ്ഞ് RE ആണ് വരുന്നത്. സോ ഇവിടെ 6 ആയിരിക്കും, ഇവിടെയും 6 ആയിരിക്കും, ഇത് E ആകും. ഓക്കെ, ഇനി വരുന്നത് ഡാഷ് G-L. GL വന്നേക്കുന്നു, ഇവിടെ L തന്നെ വന്നേക്കുന്നു. സോ ഇവിടെയും L തന്നെ ആയിരിക്കും അല്ലേ, ഈ ഒരു പൊസിഷനിലും L തന്നെ ആയിരിക്കും. L വരുന്ന ഈ ഒരു ഓപ്ഷൻസ്, ഈ 2 ഓപ്ഷൻസ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് R, ദെൻ ഇവിടെ എന്ത് വരണമെന്നാണ് നോക്കുന്നത്. സോ നോക്കി, ഇവിടെ A വന്നേക്കുന്നു, ഇവിടെ ഡാഷ്, ഇവിടെ ആ പൊസിഷനിൽ എന്താ വന്നേക്കുന്നത്? C ആണ് വന്നേക്കുന്നത് അല്ലേ. ഈ പൊസിഷനിൽ എന്താ വന്നേക്കുന്നത്? C ആ വന്നേക്കുന്നത്. ഇവിടെ A, ഇവിടെ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കി, A കഴിഞ്ഞ് ഇവിടെ C ആ വന്നേക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ പോകുന്നൊരു പാറ്റേൺ ആയിരിക്കും? A, ഇവിടെ B, C, D, ഈ ഒരു രീതിയിൽ പോകുന്ന പാറ്റേൺ ആയിരിക്കും അല്ലേ. ABCD എന്ന് പറയുന്ന പാറ്റേൺ ആയിരിക്കും. എന്ന് വെച്ചാൽ ഗ്ലെയർ GLARE ആദ്യമേ, ബാക്കി എല്ലാം റിപ്പീറ്റും, ഇത് മാത്രം +1. ബാക്കി എല്ലാം എന്താണ്? റിപ്പീറ്റ് തന്നെയാണ്. GL then RE, ഈ ഒരു രീതി. ഓക്കെ, സോ ഇത് മാത്രം എന്താണ്? ഒരു +1 ആഡ് ചെയ്ത് പോയേക്കുന്ന. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏത് ഓപ്ഷൻ ആയിരിക്കും വരുന്നത്? ഓപ്ഷൻ ബി. പെട്ടെന്ന് കയറി LA എടുക്കരുത്, കാരണം എന്താണ്? ഇവിടെ A വന്നിട്ട് ഇവിടെ എന്താണ് വന്നേക്കുന്നത്? ഇവിടെ C ആണ് വന്നേക്കുന്നത്. സോ എന്താണ്? എപ്പോഴും എന്ത് ചെയ്യരുത്? A എടുത്തിടരുത്. നമുക്ക് ഈ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ആണെന്ന് കിട്ടും, പക്ഷെ പെട്ടെന്ന് നമ്മൾ A കാണുമ്പോൾ അതങ്ങ് കുത്തും. സോ അങ്ങനെ ചെയ്യരുത്, ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് തെറ്റിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? FJU KNP CGXIMR. ഇതിൽ ഓഡ് വൺ ഔട്ട് ചെയ്താണ് ചോദിച്ചേക്കുന്നത്. ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ അതിൻ്റെ പൊസിഷണൽ വാല്യൂസ് എഴുതുവാണെങ്കിൽ FJU എന്ന് പറയുന്നത് 6 10 21 എന്നാണ്. KNP എന്ന് പറയുന്നത് 11 14 16 എന്നാണ്. CGX എന്ന് പറയുന്നത് എന്താണ്? 3 7 24. ആൻഡ് IMR എന്ന് പറയുന്നത് എന്താണ്? 9 13 ആൻഡ് 18. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ബാക്കി എല്ലായിടത്തും എന്താണ്? ഫസ്റ്റ്ലി ഒരു +4 ആണല്ലേ.
ഇവിടെയും +4 ഇവിടെയും +4. പക്ഷേ ഇവിടെ മാത്രം എന്താണ് ഫസ്റ്റ് ഇതിൽ ഒരു +3 വന്നേക്കുന്നല്ലേ തമ്മിലുള്ള വ്യത്യാസം. സോ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ എന്താ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4 2 6 9 3 9 24 6 ഡാഷ് എന്നാൽ അവിടെ വരുന്ന ഏതാണെന്ന് ഒരു 30 സെക്കൻഡ് ടൈം തരാം. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. സോ നമുക്ക് നോക്കിയേ 4 2 6 9 3 9 ആൻഡ് 24 6 ഡാഷ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. 4 2 6 പെട്ടെന്ന് നോക്കുമ്പോൾ 4 + 2 6 പക്ഷെ അങ്ങനെ വരുന്ന എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ 6 വരണം അല്ലേ. 6 എന്ന് പറയുന്നത് 12ന്റെ പാതിയാണ് അല്ലേ. 6 എന്ന് പറയുന്നത് 12ന്റെ പാതിയാണ്. സോ ഇതിൽ നിന്ന് 12 എങ്ങനെ എത്താൻ നോക്കിയപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്പർ ഇൻറ്റു 3 ചെയ്യുമ്പോൾ അല്ലേ, ഫസ്റ്റ് നമ്പർ ഇൻറ്റു 3 ദാറ്റ് ഈസ് 4 × 3 എത്ര വരുന്നത്? 12 വന്നു അല്ലേ. 12 ഡിവൈഡഡ് ബൈ സെക്കൻഡ് നമ്പർ ദാറ്റ് ഈസ് 2 എന്ന് പറയുന്നത് എത്ര വരുന്നത്? 6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നോക്കാം. 9 × 3 3 റാൻഡം നമ്പറാണ്. ഡിവൈഡ് ബൈ സെക്കൻഡ് നമ്പർ വിച്ച് ഈസ് 3 എത്ര വരുന്നത്? ഇറ്റ്സ് 9. ഓക്കെ, സോ എങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ? ഫസ്റ്റ് നമ്പർ ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ സെക്കൻഡ് നമ്പർ. ഓക്കെ, ഫസ്റ്റ് നമ്പർ ഇൻറ്റു 3 ഡിവൈഡ് ബൈ സെക്കൻഡ് നമ്പർ എത്രയാണ്? തേർഡ് നമ്പർ ആയിട്ട് വന്നേക്കുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ 24 നോക്കാം. 24 × 6 24 × 3 ഫസ്റ്റ് നമ്പർ ഇൻറ്റു 3 എന്നാണ് അല്ലേ. ഫസ്റ്റ് നമ്പർ ഇൻറ്റു 3 24 × 3 ഡിവൈഡഡ് ബൈ എന്താണ്? സെക്കൻഡ് നമ്പർ വിച്ച് ഈസ് 6. കട്ട് ചെയ്ത് കളയുമ്പോൾ എന്താ വരുന്നത്? ഇവിടെ 4 × 3 ഈസ് 12 ആണ് വരുന്നത്. സോ 12 ഓപ്ഷൻ 2 രണ്ടാമത്തെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. സോ ഏത് പാറ്റേൺ ആണ്? ഫസ്റ്റ് നമ്പർ ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? തേർഡ് നമ്പർ ആയിട്ട് വരും. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 2 ആണ്, ബി ആണ് കറക്റ്റ് ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 17 26 37 170 197 226. ഓക്കെ, സോ ഇതിൻ്റെ കൂടെ സെയിം ആയിട്ട് വരുന്ന പാറ്റേൺ ഇതിൽ ഏതാണെന്നാണ്. ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. സോ നോക്കി 17 26 37 പെട്ടെന്ന് നോക്കുമ്പോൾ അടുത്തടുത്തുള്ള സംഖ്യകളാണ്. പക്ഷേ ഇവിടെ അടുത്തടുത്തുള്ള സംഖ്യകളാണോ? അല്ല. സോ അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ 2 മൈനസ് 1 ആണ് എന്ത്? തേർഡ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ ഫസ്റ്റ് നമ്പർ പ്ലസ് തേർഡ് നമ്പർ. ഓക്കെ, ഫസ്റ്റ് നമ്പർ പ്ലസ് തേർഡ് നമ്പർ ഡിവൈഡ് ബൈ 2 മൈനസ് 1 ആണ് എന്ത്? ഇവിടെ സെക്കൻഡ് നമ്പർ എന്ന്. സോ
ഈ ഒരു രീതിയിൽ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. 17 + 37 എത്ര വരുന്നത്? 54 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര? 27 വന്നു. 27 നിന്നും 1 കുറയ്ക്കുന്നു, ദാറ്റ് ഈസ് 26. ആ രീതിയാണെങ്കിൽ ഇവിടെ നോക്കിയേ 170 226 396. 396 ഡിവൈഡ് ബൈ 2 -1 നമുക്ക് എത്ര കിട്ടുന്നേ? 197. അങ്ങനെ വരുന്ന സീരീസ് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. നോക്കുമ്പോൾ എന്താ വരുന്നത് നോക്കി. 48 80 45 105 16 36 52 83 അങ്ങനെ വരുന്നൊരു സീരീസ് ഏതാ വരുന്നത്? 48 63 80 എന്നാണ്. നോക്കി 48 + 80 എത്ര വരുന്നേ? 128 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 64. 64 നിന്ന് 1 കുറച്ചു 63. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 1 48 63 80. എങ്ങനെയാണ് വന്നേക്കുന്നത്? ഈ ഒരു പാറ്റേൺ ഏതാ? ഫസ്റ്റ് നമ്പർ പ്ലസ് തേർഡ് നമ്പർ ഡിവൈഡഡ് ബൈ 2 -1 അല്ലേ. -1 എന്ന് പറയുന്നതാണ് എന്ത്? സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓരോ നമ്പേഴ്സ് പസിൽ ക്വസ്റ്റ്യനും ഓരോ ഡിഫറെൻറ്റ് മെത്തേഡ്സിലാണ് ചെയ്യുന്നത്. 38 29 67 43 36 79. സോ ഇതിലെ കറക്റ്റ് ആൻസർ എത്ര എന്നാണ് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. വളരെ എളുപ്പമുള്ളൊരു മെത്തേഡാണ്. സോ നോക്കുവാണെങ്കിൽ എന്താ? 38 29 67 43 36 79. അങ്ങനെയാണെങ്കിൽ നോക്കി, ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ ആണ് എന്ത്? തേർഡ് നമ്പർ. പെട്ടെന്ന് കിട്ടും. കാരണം എന്താണ്? 38ൻ്റെ കൂടെ 29 ആഡ് ചെയ്യുന്നതാണ് എത്ര? 67 എന്ന് പറയുന്നത്. അങ്ങനെ വരുന്നൊരു സംഖ്യ ഏതേ വരുന്നുള്ളൂ ഇവിടെ. നോക്കി 47 35 82 അല്ലേ. ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ ദാറ്റ് ഈസ് 82. സോ ആ രീതിയിൽ ഏതാ വരുന്നത്? 47 35 82. എന്താണ്? ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എന്തായിട്ട് വരണം? തേർഡ് നമ്പർ ആയിട്ട്. ഓക്കെ, സോ ഈ ഒരു 10th ഒരു ക്വസ്റ്റ്യനോടെ നമ്മൾ ഈ ഒരു സീരീസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. 10 ക്വസ്റ്റ്യനും 10 ഡിഫറെൻറ്റ് ലെവൽസ് ആണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാറ്റേണിലാണ് നിങ്ങൾക്ക് ഇനി വരുന്ന CHSL എക്സാമിന് കുറച്ചും കൂടെ ഇംപ്രവൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിവിഷൻ ആൻഡ് പ്രാക്ടീസിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ മെത്തേഡ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? അത് റിവൈസ് ചെയ്യുക. കിട്ടുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യുക. 30 സെക്കൻഡിനുള്ളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ടൈം ഗ്യാപ്പ് അല്ലെങ്കിൽ ടൈം ലിമിറ്റ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ സേവ് ചെയ്യുന്ന ടൈം വേണം നമുക്ക് ബാക്കിയുള്ളതിനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു സീരീസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്.